അലർജീൻ്റെ നല്ലൊരു ബുദ്ധിമുട്ടുള്ള ആളാണ് കേട്ടോ ഞാൻ. കാരണം എൻ്റെ അലർജി എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഡോറ് തുറന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് തുമ്മാൻ തുടങ്ങും. പിന്നെ ആ തുമ്മൽ നിൽക്കുകയില്ല കേട്ടോ, കുറേ സമയത്തിന് ഒരു 10, 11, 12 മണി വരെയൊക്കെ ഉണ്ടാവും അങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കും. പിന്നെ ചിലപ്പോൾ പെട്ടെന്നായിട്ട് സ്റ്റോപ്പാവും, പിന്നെ പിറ്റേ ദിവസം രാവിലെ. അപ്പം ഞാൻ വിചാരിക്കും എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെയെന്നുള്ളത്. ഒരു പ്രത്യേകതരം അലർജിയാണ് എനിക്ക്. അതുപോലെ മൂക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ നല്ലോണം തൊട്ട് കഴിയുക, അല്ലെങ്കിൽ ഞാൻ മൂക്ക് ഇങ്ങനെ ഉരതി കഴിഞ്ഞാലൊക്കെ ഞാൻ അപ്പം തുമ്മാൻ തുടങ്ങും. അങ്ങനെ തുമ്മിക്കൊണ്ടേയിരിക്കും കുറേ സമയത്തിന്. അങ്ങനത്തെ ഒക്കെ ഭയങ്കര അലർജിയുമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാട്ടോ ഞാൻ. പിന്നെ ആസ്മയുണ്ട് ഇതിൻ്റെ പുറമെ, കാരണം അലർജി കൂടുതലായിട്ട് അങ്ങനെ ആസ്മയതാണ്. പിന്നെ മൂക്കിൽ സ്പ്രേ അടിക്കും, അപ്പം ഇങ്ങനെ കുറച്ച് കൺട്രോളായി ഇങ്ങനെ കൺട്രോളാക്കി കൊണ്ടുപോകാനേ പറ്റുള്ളൂ, അല്ലാതെ പൂർണ്ണമായിട്ടത് മാറില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അലർജീൻ്റെ ഗുളിക മാത്രമേ ഉള്ളൂ ഇതിന്, പിന്നെ മൂക്കിലടിക്കുന്ന സ്പ്രേ. എൻ്റെ അറിവിൽ അങ്ങനെയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ പുട്ടും കടലക്കറിയായിട്ട് ഉണ്ടാക്കിയത്. 5:30 നീറ്റു, 5:50 കാശിൻ്റെ ഒപ്പം നീറ്റ് പോകുന്നു കേട്ടോ. എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അന്ന് നല്ല മഴയായിരുന്നു, നല്ല മഞ്ഞും ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നൂനൂന് വെജിറ്റബിൾ പ്രിൻറ്റിങ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വെള്ള ക്ലോത്ത് വേണം, അത് അയൺ ചെയ്ത് കൊടുത്തയക്കണം എന്ന് പറഞ്ഞപ്പോൾ അതും അയൺ ചെയ്ത് കൊടുത്തയച്ചു. പിന്നെ രാവിലെ വെണ്ടയ്ക്കയുടെ ഉപ്പേരി ഉണ്ടാക്കി, കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ തക്കാളിക്കറി ഉണ്ടാക്കി. പിന്നെ രാത്രി ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾക്ക് ബിരിയാണി കഴിക്കാൻ പോകണം തോന്നിയിട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ കടപ്പറമ്പിൽ ഒരു ഓട്ടോ വിളിച്ച് ബിരിയാണി കഴിക്കാൻ പോയി. ഒരു 6:45 പോയി, ഒരു 7:30 ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. പെട്ടെന്ന് കഴിച്ചു പോയി.